ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. വലിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ, കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. വേഗം എണീറ്റു, പല്ലൊക്കെ തേച്ചു. അവൻ്റെ കാര്യം അവൻ ചെയ്തോളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കിട്ടണം അവന്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂരിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഉള്ളിയും കറിയാണ്. ഞങ്ങൾ നാട്ടിലേക്ക് വന്ന ശേഷം ഇതുവരെ പൂരി കഴിച്ചിട്ടില്ല. അപ്പോൾ പൂരി കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ പൂരി ഒരു രണ്ട് കൂടുതൽ ഞാൻ കഴിക്കില്ല കേട്ടോ, എനിക്ക് വരണം. അപ്പോൾ ഒരു സുഖമില്ലായ്മ തോന്നുന്നു. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ അമ്മ പൂരി ഇതാക്കുന്നത്, കാച്ചണത്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഉള്ളി കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കഴിക്കാം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചെടുത്ത് തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിക്കാമെന്ന് വിചാരിച്ചു. മറ്റേത് ഞാൻ കുളിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഇന്ന് അതങ്ങോട്ട് മാറ്റി, കാരണം എപ്പോഴും ഒരുപോലെ തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ രണ്ട് പൂരിയും അതുപോലെ തന്നെ കറിയും ഒരു കോപ്പ ചായയും അങ്ങോട്ട് എടുത്തു. എന്നിട്ട് അത് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ നമ്മുടെ വയറ് വീർത്തല്ലോ, കാരണം ഞാൻ എണീറ്റത് തന്നെ ലേറ്റായിട്ടാണ്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ സുഖമായി കിടന്നുറങ്ങാം. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോൾ വേദന സ്കൂളിൽ ചേർത്തിട്ടില്ല, അടുത്ത കൊല്ലം ചേർക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഇതായി. അപ്പോൾ അവൻ ചോദിക്കുന്നത് എന്താ ചോദിക്കുക കേട്ടോ. അവനങ്ങനെ ഓരോ സംശയങ്ങൾ. പിന്നെ അത് കറിവേപ്പിലയാണ്, തിന്നണില്ലെങ്കിൽ വേണ്ട പറഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഏട്ടൻ പറഞ്ഞു ഒരു ഷർട്ട് ഇസ്തിരിടാണ്ട് ഇസ്തിരിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഓരോ പരിപാടികളാണ്, അടിച്ചു വാരുക, തുടയ്ക്കുക. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒന്നും ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്താൻ എനിക്കങ്ങനെ അത്ര താല്പര്യമില്ല. കാരണം എല്ലാം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും ബോറടിയില്ലേ. ബേബി അവിടെ എണീറ്റ് വന്നിട്ട് ടി വി കാണുന്നുണ്ട്, ഞാൻ എൻ്റെ പണികൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. കണ്ട് ഈ നിലത്ത് ക്രയോൺസ് കൊണ്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അവനെ ഞാൻ കൂറ്റനാട് പോയപ്പോൾ ക്രയോൺസ് വാങ്ങിക്കൊടുത്തില്ല. അതിപ്പോൾ എനിക്ക് തന്നെ ഒരു ഭാര്യയായി. അപ്പോൾ കുളിയും ഇതൊക്കെ തുടക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട്, ഞാൻ ഉണക്കി വെച്ച പുതപ്പിലുണ്ട് അവൻ വെള്ളാക്കിക്കുക. അപ്പം ഞാൻ ചോദിക്കാം ആരാണ് അത് ചെയ്ത് ചോദിച്ചപ്പോൾ ഞാനാണെന്ന്. നല്ല കുട്ടി സത്യം പറഞ്ഞു. അപ്പം എന്നാൽ അതൊന്ന് കൊണ്ടുപോയി വെയിലത്തിടാൻ വിചാരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ തോരട്ടിട്ടായിരുന്നു, വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ തോരട്ടു, ഇതും തോരട്ടു ഒന്ന് ഉണങ്ങിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ എന്താ കഞ്ഞിവെള്ളം കളയാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൻ ഞാൻ ഇറങ്ങിയ തക്കത്തിൽ എൻ്റെ പിന്നാലെ വന്നിട്ടോ. അവൻ്റെ കുളിയൊന്നും അപ്പം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മാങ്ങ പഴുത്തുണ്ടോ നോക്കുക കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ഒരു മാവുണ്ട്, ഈ ഒരു മാവേ ഉള്ളൂ ഞങ്ങൾക്കിപ്പോൾ, ബാക്കി എല്ലാം പോയി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാവിലെ മാങ്ങയ്ക്ക്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു പഴുത്തുണ്ടോ എന്ന്. 2-3 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് തിന്നു, ഒറ്റയ്ക്കും കുറച്ചൊക്കെ തിന്നു കേട്ടോ. പിന്നെ ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മാക്സി ടൈപ്പ് ഉണ്ടല്ലോ, ഒരു ഫ്രോക്ക് നൈറ്റിയാണിത് കേട്ടോ. നല്ല നൈറ്റിനെ കൂറ്റനാടുന്ന് വാങ്ങിയതാണ് ഞാനല്ല, അപ്പൂട്ടനാണ് എനിക്കിത് സെലക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, റെഡിയായി വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വേദുവിനോട് പറഞ്ഞു കേട്ടോ നിനക്ക് കുളിക്കേണ്ടേ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൻ കുളിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അപ്പോൾ ഏട്ടൻ എങ്ങോട്ടോ പോകേണ്ട ആവശ്യമുണ്ടെന്ന് കാറ് കഴുകുന്നുണ്ടായിരുന്നു. ബേബി അവളുടെ വർക്ക് ചെയ്യുന്നുണ്ട്, വെക്കേഷൻ ആക്ടിവിറ്റി ഉണ്ട് അവർക്ക്, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കത്തുള്ള കയ്പ്പയ്ക്കുപ്പേരി, അതുപോലെ തന്നെ തലേദിവസത്തെ മാന്തർ വറുത്തത്, ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാൻ മുരിങ്ങയുടെ ഇല കൂട്ടാനാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ എനിക്കിഷ്ടമല്ല. എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ മുരിങ്ങയുടെ കുറേ കൂട്ടാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതാ വേദു പുറത്ത് പോയി വന്നപ്പോൾ 4 ഐസ് കൊണ്ടുവന്നു കേട്ടോ. എന്നും ഇവിടെ 4 വാങ്ങും. 4 കുട്ടികളാണ് ഈ വീട്ടിലുള്ളത്, വേദു, ബേബി, ഞാൻ, അമ്മ. ഞങ്ങൾ 4 പേർക്കും ഐസ് കൊണ്ടുവരും കേട്ടോ. ഇപ്പോഴും കുട്ടികൾക്ക് മാത്രമല്ലല്ലോ വായ ഉള്ളത്, വലിയവർക്കും വായ ഉണ്ടല്ലോ. എല്ലാവർക്കും വായ ഒരുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്ത് വാങ്ങുമ്പോഴേ എനിക്ക് വാങ്ങണം ഞാൻ പറയും കേട്ടോ എല്ലാവരോടും. അപ്പോൾ ഇതാ ചോറും അതുപോലെ തന്നെ ഉള്ളി ചതച്ചതും മാന്തളും കൂട്ടിയിട്ട് വേദം ഉണ്ണാൻ പോവാണ് കേട്ടോ. അവനെ വേഗം വിശന്നു. അവനൊരു 12 മണി ആകുമ്പോഴേക്കും അവന് വിശക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ നിനക്ക് തരാം, നീ ഉണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ തന്നെ ഉണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഉള്ളി ചതച്ചത് മാത്രം കൂട്ടി ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഇത് മാത്രമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ പട്ടാമ്പി വർക്ക് ചെയ്തപ്പോഴും ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള കൊളീഗ്സൊക്കെ പറഞ്ഞിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും. ഉള്ളിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സിയിലിട്ട് അരച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വരട്ടി കറുത്ത കളർ ആവുമ്പോൾ ഇതൊരു ടേസ്റ്റ് ആയതില്ല. അങ്ങോട്ട് ഇട്ട് ചോറുണ്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഓയിലിൽ വഴറ്റിയാലും കുഴപ്പമില്ല കേട്ടോ, എണ്ണ നല്ല വേണം, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ അവൻ നല്ല ആസ്വദിച്ച് ചോറൊക്കെ കൊണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടാ വിചാരിച്ചു, ഞാൻ പിന്നെ കൂട്ടാൻ കൂട്ടില്ലല്ലോ. അപ്പോൾ മോരും ചോറും അതുപോലെ തന്നെ ഉപ്പേരിയും ഒരു മാന്തൽ വറുത്തതും അങ്ങനെയൊക്കെ കൂട്ടി ഉപ്പുമാങ്ങ കൂട്ടി ഞാനും ചോറുണ്ടു. അപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെയും വിജയ് മുഖ്യമന്ത്രി ആയ ദിവസമാണല്ലോ അതും. പിന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിനെ ഇതുവരെയായിട്ടും തീരുമാനിച്ചിട്ടില്ല. ആരാവോ എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് വർക്ക്സൊക്കെ എഴുതാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹെഡിങ്ങൊക്കെ എഴുതി കൊടുത്തു. ഹെഡിങ് എഴുതി കൊടുത്തിട്ടും ബോർഡർ വരച്ചിട്ട് അവളുടെ വർക്കുകളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഇതാ ഇവരുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് 2 പേരുടെയും കുളിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇവർ തല്ലുകൂടണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും ഏതുകുട്ടനും തമ്മിലുള്ള സ്നേഹപ്രകടനം ഞാനിപ്പോൾ കാണുന്നത്. ചിലപ്പോൾ നല്ല കുട്ടിയായിട്ടിരിക്കും, ചില ദിവസങ്ങളിൽ ഭയങ്കര വികൃതിയായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ മാത്രമേ വികൃതി കാട്ടുള്ളൂ, വേറെ എവിടെയും കാട്ടില്ല. പിന്നെ അവൻ അത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് മാത്രമേ കാട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ഉറങ്ങി, അത് കഴിഞ്ഞ് ചോക്കോസ് ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ബൈ.